ഹായ് സുഖാണോ? അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോകണം. ജസ്റ്റ് ഒരു ക്ലിക്കല്ലേ ഉള്ളൂ, അപ്പോൾ അതങ്ങോട്ട് ചെയ്തിട്ട് പോണേ. നല്ല അടിപൊളി അടിപൊളി കപ്പ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കപ്പ ഇട്ടിരുന്നു, ബീഫിൽ കപ്പ ഇട്ട് വെക്കാമെന്ന് ഓർത്തിട്ടാ. നല്ല അടിപൊളി കപ്പയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ അരിഞ്ഞ് നല്ല ഇഞ്ചി, പച്ചമുളക്, സവാള, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങോട്ട് തിരുമ്മി ഇത്തിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ കൊടുക്കാം, കൂടുതൽ ടേസ്റ്റ് ആവും. കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് അടച്ചു വെക്കുക. നമ്മുടെ കപ്പ ഈ ഒരു സൈസിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചത്. അപ്പോൾ ബീഫ് ഒരു 3-4 അടി അടിച്ചിട്ട് ഈ കപ്പ അതിൻ്റെ മേളിൽ അങ്ങോട്ട് വെച്ചു. കുത്തി ഇളക്കരുത്, ജസ്റ്റ് അങ്ങോട്ട് വിതറിയാൽ മാത്രം മതി. അതങ്ങോട്ട് വേകുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്നോട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പുറത്തുനിന്ന് ഇന്ന് വെളുപ്പിനോട്ട് ഒരു ചെറിയൊരു മഴക്കോളൊക്കെ പോലെ ഉണ്ട്, മഴയും പെയ്തെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. അപ്പോൾ പുറത്ത് ആകപ്പാടെ ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് സമയം എടുക്കണത്. അപ്പോൾ കാണിച്ചു തരാം. പോയി നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ഫുൾ ക്ലീനിങ് മാത്രമായോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ ഡെയിലി നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എനിക്കിതൊക്കെ ഇടാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് എങ്ങനെയൊക്കെ പണി തരാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ റൂം കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയ കഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കില്ലേ. പക്ഷേ എത്ര വൃത്തിയാക്കിയാലും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. അപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുക, അത് മാത്രമുള്ളൂ നമുക്ക്. പിന്നെ മക്കളാകുമ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ല. ഒരു വീട്ടിലൊരു കൊച്ചുണ്ടെങ്കിൽ ആ ഒരു വീട് എങ്ങനത്തെ അവസ്ഥയായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 3 മക്കളുള്ള വീട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കിയാലും ഒന്നും ശരിയാവാറില്ല കേട്ടോ. പിന്നെ മക്കളാകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. നമുക്ക് ഇപ്പോഴൊക്കെ അല്ലേ ഇവരെ പുറകെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവരെ ഇഷ്ടത്തിന് പോവില്ലേ. അടിപൊളി ടേസ്റ്റ് ആണത്. ബീഫൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ. എൻ്റെ ആ ചാറും നെയ്യും പിന്നെ കപ്പയും കൂടി നല്ല ഉടച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ഗൈസ്, ബൈ.